ഹായ്. അപ്പോൾ ക്രിസ്മസൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് കേക്കുകളും ഓർഡറുകളും ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നത് തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തണുപ്പാണ് കേട്ടോ ഇവിടെ രാവിലെ മാത്രമല്ല, പുറത്തേക്ക് ഇറങ്ങിയ വെയിലിലോട്ട് നിന്നാൽ കുറച്ച് ചൂടുണ്ട് എന്നല്ലാതെ പൊതുവേ നല്ല തണുപ്പുള്ള സമയമാണ്. ഡിസംബറും കൂടെ അല്ലേ. പിന്നെ ഈ ടൈമിൽ പൊതുവേ തണുപ്പുണ്ടായിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷം ഇതിന് മുന്നത്തെ വർഷമൊക്കെ കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ. മഴക്കാറും മഴ ചില സ്ഥലങ്ങളിൽ മഴകളും ഒക്കെ പാടെയായിട്ട് നമുക്ക് തണുപ്പ് കുറവായിരുന്നു. ഈ കൊല്ലം അങ്ങനെയല്ല കേട്ടോ, നല്ല തണുപ്പാണ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോസ് കണ്ടാലോ? എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും ലൈക്ക് ചെയ്തിട്ടും എല്ലാവരും ഒന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, കണ്ടാലോ? സമയം 8 മണിയായി കേട്ടോ. 8 മണിയാകാനായി. മഞ്ഞൊന്നും പോയിട്ടില്ല, നല്ല മഞ്ഞാണ്. ഡിസംബറിന് നല്ല തണുപ്പുമുണ്ട്, നല്ല മഞ്ഞുണ്ട്. രാവിലെ ഒന്നും പുറത്തിറങ്ങാനേ പറ്റില്ല, കാരണം നല്ല ഐസാവുന്ന മഞ്ഞാണ്. ഇപ്പം വെയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. വെയിൽ വന്നാലും തണുപ്പുണ്ട്, നല്ല തണുപ്പാണ്. കാണുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. മഞ്ഞ് അവിടെ ആ ഭാഗത്തൊക്കെ മഞ്ഞിങ്ങനെ കൂടിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല മഞ്ഞാണ്. ഇത് നമ്മളെ ക്രിസ്മസിനുള്ള കേക്ക് ഓർഡറുകളാണ് കേട്ടോ. ഒരു 10 കിലോ കേക്കിനുള്ളൊരു ഓർഡർ ഉണ്ടായിരുന്നു, ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്. ഇത് നമുക്ക് തന്നിരിക്കുന്നത് നമ്മളെ മാത്യു സാറാണ്. അപ്പോൾ അവർക്ക് 10 കിലോയിൽ 20 കേക്ക് വേണം. അങ്ങനെ പറഞ്ഞാൽ ഹാഫ് kg 20 കേക്ക്, അങ്ങനെയാണ് അവർ ബ്ലാക്ക് ഫോറസ്റ്റിൽ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് മാത്രമല്ല കേട്ടോ, നമുക്ക് 10 കിലോ വേറൊരു കേക്കും കൂടെ ഉണ്ട്. വാനില, സ്ട്രോബെറി, പിസ്ത അങ്ങനെ ഫ്ലേവർ കൊടുത്തിട്ട് ചെയ്യാൻ പറഞ്ഞു. പിന്നെ പിസ്ത, അതേപോലെ മാംഗോ, ഇങ്ങനെയുള്ള ഫ്ലേവറിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതും കൂടെ അവിടെ ചെയ്ത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്തപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കേണ്ട കാര്യം ഓർമ്മ വന്നത്. അതും കൂടെ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ സ്പഞ്ചായിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതിന് ക്രീം ഇട്ട് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ആകെ മെസ്സി ആയിട്ട് കിടക്കുകയാണ് കിച്ചണൊക്കെ. ഇനി ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം ഇത് ക്രീം ഇട്ട് ഒക്കെ റെഡിയാക്കാൻ. അപ്പോൾ ക്രിസ്മസിൻ്റെ മുന്നേ ഉള്ള ദിവസങ്ങളെ നമ്മളെ ബിസികളാണ് ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഹോം ബേക്കർ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ്, ഭയങ്കര ബിസി ആയിരിക്കും. നമുക്കൊരു സമയം പോലും ഇതൊക്കെ ഞാൻ ബേക്ക് ചെയ്ത് അതിന് വേണ്ട ഷുഗർ സിറപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ നമ്മൾക്ക് രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഹോം ബേക്കറായിട്ട് ആയാലുള്ള ഇത് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഈസിയാണ്. ഈസിയല്ല, നല്ല ടൈം എടുത്ത് നല്ല ക്ഷമയോടുകൂടി മടി കൂടാതെ ചെയ്യേണ്ട കാര്യമാണ്. നമുക്കൊരു റെസ്റ്റും ഉണ്ടാവില്ല. രാത്രിയാണെന്നോ പകലാണെന്നോ ഒന്നും നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, കാരണം അവർക്ക് ടൈമേ നമുക്ക് കൊടുക്കണ്ടേ. കേക്കുകളൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ. സിമ്പിൾ ഡിസൈനിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത്രയും കേക്കുകളുടെ അതുകൊണ്ട് നമുക്ക് ഒരുപാടൊന്നും ഡിസൈൻ ചെയ്യാനുള്ള ടൈമും ഇല്ലല്ലോ. ഇതൊക്കെ ക്രിസ്മസ് ഓർഡറുകളാണ്. ചെറിയൊരു മേരി ക്രിസ്മസിൻ്റെ ടോപ്പറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന്. 20 കേക്ക് ഉണ്ട് ഇതിൽ. 10 കിലോ ഹാഫ് kg കേക്കുകളാണ്. സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇത്രയും കേക്കുകളാണ് കേട്ടോ നമ്മളെ ക്രിസ്മസിൻ്റെ ഓർഡറുകൾ. 2 സൈസ് ഡിസൈനുകളാണ്, ഒക്കെ ഹാഫ് kg ആണ്. ഹാഫ് kg 10 കിലോ. ഒക്കെ പാക്ക് ചെയ്തു കേട്ടോ, കൊണ്ടുപോകാൻ റെഡിയായി. ചെറിയ വന്നിക്കണം, ഉച്ചയ്ക്ക് ചോറുന്നാൻ വന്നപ്പോൾ കൊണ്ടുപോവുകയാണ്. ഇതും ക്രിസ്മസിന് കിട്ടിയ നമ്മളെ ഓർഡറുകളാണ് കേട്ടോ. ഇതിൽ സ്ട്രോബെറി ഉണ്ട്, മാംഗോ ഉണ്ട്, അതേമാതിരി ബദാം ഉണ്ട്, റോസ് മിൽക്ക് ഉണ്ട്. ഇങ്ങനെ 4 ഫ്ലേവർ കേട്ടോ. 5 വാനിലയുണ്ട്. ഇങ്ങനെയുള്ള ഫ്ലേവറുകളിൽ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള കേക്കാണ്. സിമ്പിൾ നോസൽ ഡിസൈനുകളാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ടൈം കുറവായതുകൊണ്ട് കൂടുതൽ ഡിസൈനൊന്നും ചെയ്യാൻ നിന്നിട്ടില്ല കേട്ടോ. ചെറുതായിട്ടുള്ളൊരു നോസൽ ഡിസൈനും ചെയ്തിട്ടുള്ളൊരു ചെറിയൊരു ടോപ്പറും മേരി ക്രിസ്മസിൻ്റെ അങ്ങനെ ചെയ്തിട്ടുള്ളൊരു കേക്കാണിത്. ഇതൊരു 5 കിലോ കേക്കാണ്. 1/2 കിലോൻ്റെ 10 കേക്കായിട്ട്.
അങ്ങനെയാണിത് വന്നിട്ടുള്ളത്. ഗിഫ്റ്റ് കേക്കുകളാണ് കേട്ടോ. ഇതൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ ടേസ്റ്റി കേക്കുകളാണ്. ഗിഫ്റ്റ് കേക്കാണ് പറഞ്ഞിട്ട് നമ്മൾ ഒന്നും കുറച്ചിട്ടില്ല കേട്ടോ. ഇതൊരു 1/2 kg ബ്രൗണിയാണ് കേട്ടോ. ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ബ്രൗണി ഓർഡർ ചെയ്തതാണ്. അപ്പം ഞാനതിൻ്റെ ഇതൊക്കെ ചോക്ലേറ്റിൽ നെയിം കട്ട് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. ബർത്ത്ഡേ ഒരു ചെറിയ ബർത്ത്ഡേൻ്റെ ടോപ്പറും വെച്ച് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഒരു നിറയെ നട്ട്സ് ഫില്ലിങ്ങൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ബ്രൗണിയാണിത്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രൗണിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഓർഡർ തന്നിരിക്കുന്നത് നമ്മളെ അശോക് വഴിയാണ് ഇത് ഓർഡർ തന്നിട്ടുള്ളത്. അശോക് നമ്മളെ സ്ഥിരമായിട്ട് നമ്മളുടെ അടുത്ത് വാങ്ങുന്നൊരു കസ്റ്റമറാണ്. നമ്മൾ ആദ്യം താമസിച്ചിരുന്ന 9th മൈലിൽ നിന്ന് നെലാക്കോട്ടയാണ് അവരുടെ വീട്. അവരിവിടെ വന്നിട്ട് എൻ്റെ അടുത്ത് നിന്ന് കേക്ക് വാങ്ങാറുണ്ട് കേട്ടോ പലപ്പോഴും. അപ്പോൾ അവർക്ക് നമ്മൾ ചെയ്യുന്ന കേക്ക് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണല്ലോ അവർ നമ്മളെ അടുത്ത് വന്ന് വാങ്ങണത്. അപ്പം അവർ വഴി വന്നൊരു ഓർഡറാണ്. ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ബ്രൗണി വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 1/2 kg നട്ട്സൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു നിറയെ ഫില്ലിങ് നട്ട്സ് കൊടുത്തിട്ടുള്ള ഒരു ബ്രൗണിയാണ്. ഇതൊരു 2 kg എഗ്ലെസ് കേക്കാണ് കേട്ടോ. എഗ്ലെസ് വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ നമ്മളെ അടുത്ത് നിന്ന് എപ്പോഴും വാങ്ങുന്ന ഒരു കസ്റ്റമർ തന്നെയാണ്. അശോകാണിത് നമ്മളെ അടുത്ത് നിന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത് അവരെ മോളെ ലച്ചുവിന് വേണ്ടിയിട്ട്. അപ്പം അടിപൊളി ഒരു ടേസ്റ്റുള്ള കേക്ക് തന്നെയാണ്. എഗ്ലെസ് കേക്കിനും നമ്മളെ ഇതിനും നല്ല ഡിഫറെൻ്റ് ഉണ്ട്. ടേസ്റ്റിന് ഡിഫറെൻ്റ്, പക്ഷേ എന്നാലും ടേസ്റ്റുള്ള കേക്കാണ് കേട്ടോ എഗ്ലെസ് കേക്കും. പിന്നെ ഇത് ഡിസൈന് ഞാൻ അവർക്ക് എടുത്ത് അയച്ചു കൊടുത്തിട്ട് അവർക്ക് കൺഫേം ചെയ്തിട്ട് ചെയ്തതാണ് കേട്ടോ. ഒരു കാർട്ടൂണിൻ്റെ ഫേസ് മാത്രം അവരെ മോളെ ഫേസ് ആക്കിയിട്ട് ചെയ്ത് കൊടുക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റ് ആയിരുന്നു അവർക്ക്. കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത ഒരു കേക്കാണിത്. ഒരു യൂണിക്കോൺ ആൻഡ് കാർട്ടൂൺ തീമിൽ. ഇതൊരു 1 kg മിൽക്കി നട്ട് കേക്കാണ് കേട്ടോ. ഇത് നമുക്ക് ഓർഡർ തന്നിരിക്കുന്നത് ഒരു നൈബർ തന്നെയാണ്. കുറച്ച് അടുത്ത് തന്നെയാണ് അവർ വീട്. അവർ നമുക്ക് സ്ഥിരമായിട്ട് ഒരു കല്യാണത്തിനും ഒക്കെ എനിക്കായിരുന്നു ഓർഡർ. അപ്പോൾ ഹസ്ബൻഡിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ബർത്ത്ഡേക്ക് വൈഫ് കൊടുക്കണ ഒരു ഗിഫ്റ്റാണ് കേട്ടോ. ഇതിനകത്തൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൂടെ വെച്ചിട്ടുണ്ട്. ഒരു റിങ് ഗിഫ്റ്റായിട്ട് ഇതിനകത്ത് വെച്ചിരിക്കുന്നുണ്ട്. കട്ട് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടും. അപ്പോൾ സ്പേസ് എവിടെയെന്നുള്ളതൊക്കെ എവിടെ വെച്ചിരിക്കണമെന്നൊക്കെ ഞാൻ ഇത് കറക്റ്റായി പറഞ്ഞു കൊടുത്തിട്ടാണ് കൊടുക്കണത്. അപ്പോൾ ഇങ്ങനെ സർപ്രൈസ് ഗിഫ്റ്റൊക്കെ വെച്ച് കേക്ക് കൊടുത്താൽ നന്നായിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഇങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ ഇതൊരു മിൽക്കി നട്ട് ഫ്ലേവറിലുള്ള ഒരു കേക്കാണ്. സൂപ്പർ ടേസ്റ്റി കേക്കാണ് കേട്ടോ. അത് മിൽക്കി നട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. 3 മിൽക്ക് ഒക്കെ ചേർത്ത് ആണ് ഇത് ചെയ്തിട്ടുള്ളത്. കേക്കിനെ വെറ്റ് ചെയ്തിട്ടുള്ളത് അടിപൊളി ടേസ്റ്റി കേക്കാണ്. ഫില്ലിങ്ങൊക്കെ നിറയെ നട്ട്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് ചെയ്ത ഒരു ടേസ്റ്റി കേക്കാണ്. അപ്പോൾ ഹസ്ബൻഡിന് ഗിഫ്റ്റ് കൊടുക്കാനാകുമ്പോൾ നമുക്കൊരു ഹാർട്ട് നിർബന്ധമാണല്ലോ. അപ്പോൾ നമ്മളൊരു ഹാർട്ടിൽ ചെയ്തെടുത്തൊരു ഡിസൈനാണ് കേട്ടോ അത്. ഞാൻ ചെയ്ത തന്നെ ഒരു ഡിസൈൻ അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെ അത് മതി എന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ്. സൂപ്പർ ടേസ്റ്റാണ്. ഒരു സർപ്രൈസും കൂടി. സർപ്രൈസ് ആരാണ് ഇഷ്ടപ്പെടാത്തത് അല്ലേ?